ഹലോ എവ്രി വൺ, എൻലൈറ്റൻ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത 3 മാസം എങ്ങനെയായിരിക്കും പ്രേക്ഷകർക്ക്. സോ 3 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് അമത്തിസ്റ്റ് ബ്രേസ്ലെറ്റ് ആണ്. സെക്കൻഡ് കോൺഫിഡൻസ് ബ്രേസ്ലെറ്റ്. ആൻഡ് തേർഡ് അബണ്ടൻസ് ബ്രേസ്ലെറ്റ്. സോ ഏത് ബ്രേസ്ലെറ്റ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ്, കാർഡ്സ് നോക്കി സെലക്ട് ചെയ്യാം. ഈ 3 കാർഡ്സ് ഓർ ടൈം സ്റ്റാമ്പ് നോക്കിയും സെലക്ട് ചെയ്യാവുന്നതാണ്. ടൈം സ്റ്റാമ്പ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഇമെയിൽ ID, അതുപോലെ തന്നെ ക്രിസ്റ്റൽസ് ഓർ ബ്രേസ്ലെറ്റ്സ് ബുക്ക് ചെയ്യാനും, ചാനൽ മെസ്സേജസ് ബുക്ക് ചെയ്യാനും ആൻഡ് മന്ത്ലി ടാരോ റീഡിംഗ് ബുക്ക് ചെയ്യാനുമായിട്ടുള്ള സെയിൽസ് ടീം നമ്പറും നൽകിയിട്ടുണ്ട്. മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഗ്രൂപ്പ്. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് അമത്തിസ്റ്റ് ബ്രേസ്ലെറ്റ് ആണ്. സോ അമത്തിസ്റ്റ് ബ്രേസ്ലെറ്റ്, ഐ ബിലീവ് ദാറ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ നല്ലതാണ്. ഓക്കെ, ഈവൻ തോ എത്ര ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് യെസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണ്. സോ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ശരിയാണ്, അതിൽ പ്രവർത്തിക്കുക. സോ ലെറ്റ്സ് സീ. ദ എംപറർ, 5 of swords, 4 of swords, material harvest, bring love into the situation, no, universal light, a year from now. So group 1, നിങ്ങൾ വളരെയധികം തിടക്കത്തിലാണ്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. 3 months എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ വർക്ക് ഓക്കെ, വർക്കിംഗ് മോഡിലാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അധികാരമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ വളരെയധികം ടാക്ടിക്സ്, എങ്ങനെയൊക്കെ എന്ത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എപ്പോഴും ആലോചനയിലാണ് നിങ്ങൾ. ഓക്കെ, സോ ഈ 3 മാസം നിങ്ങളുടെ തിടുക്കം, നിങ്ങളുടെ വർക്ക് ലോഡ് ഇതെല്ലാം കൂടുന്ന ഒരു മാസമാണ്. ഓക്കെ, ഈ 3 മാസത്തിൽ നിങ്ങൾക്കേറെ സിറ്റുവേഷൻസ് വരും എവിടെ നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും വാല്യുബിൾ. ഓക്കെ, ഓർ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഈ ഡിസിഷനിൽ നിങ്ങൾ എല്ലാവരെയും നോക്കി നടത്തുന്ന ഒരു ആളാണ്. ഓക്കെ, എല്ലാവരുടെ കാര്യങ്ങളും ശരിയാവണം. ബട്ട് ഇവിടെ പറയുന്നത് സ്വന്തം കാര്യങ്ങൾക്കും കൂടി പ്രിഫറൻസ് കൊടുക്കൂ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, പക്ഷെ ആ അധികാരത്തെ മിസ്യൂസ് ചെയ്യരുത് എന്നതും കൂടി ഇവിടെയുണ്ട്. ഓക്കെ, ഒരു ഇൻഫർമേഷനാണിത്. മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഇഫ് നിങ്ങൾ അധികാരത്തിലാണ്, ഇഫ് നിങ്ങൾ ഒരു ഹയർ പൊസിഷനിലാണ്, നിങ്ങളുടെ കമ്പനി ആകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, ബിസിനസ്സിലാകാം, ബട്ട് ഒരിക്കലും മറ്റാൾക്കാർക്കെതിരെയായി പ്രവർത്തിക്കരുത്, അൺലെസ് ആൻഡ് അൺടിൽ അത് വേണ്ടി വരുന്നത്. റൈറ്റ്, ദാറ്റ് മീൻസ് ഇഫ് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാർക്കെതിരെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഓർ തെറ്റായ രീതിയിൽ നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവർക്കെതിരെയാണ് നിങ്ങൾ ഒരു കാര്യം എടുക്കുന്നതെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാൾക്കാർക്ക് ഉപദ്രവമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ഓക്കെ, ഈ 3 months ബിക്കോസ് നിങ്ങളുടെ മേളിലാണ് ഹോൾ ഡിസിഷൻ നിൽക്കുന്നത്. നിങ്ങളുടെ ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അധികാരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ആൾക്കാർ നിങ്ങളോട് അകന്നു മാറാനും സാധ്യതയുണ്ട്. ഓക്കെ, ഏറെ ഗോസിപ്സ് വരാൻ സാധ്യതയുണ്ട് ഈ 3 മാസം. ഓക്കെ, ബട്ട് ഡു നോട്ട് വറി. നിങ്ങളുടെ വിറ്റാലിറ്റി, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ ഫ്രൂട്ട് വരുമ്പോൾ, ദാറ്റ് ഈസ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവാർഡ്സ് വരുമ്പോൾ മറ്റാൾക്കാരോട്
പറയുന്നതായിരിക്കും നല്ലത്. അത്രയും നാളും ഈ 3 മാസം നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അത് മറ്റാൾക്കാരോട് പറയാതിരിക്കുക നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ആസ് വെൽ ആസ് ഈ 3 മാസം പ്രേയേഴ്സ് ഏറെ ഉണ്ടായിരിക്കണം. ബിക്കോസ് ഈ പ്രേയേഴ്സ് നിങ്ങളെ പല ചതി കുഴിയിൽ നിന്നും രക്ഷിക്കുന്നതാണ്. ഓൾറൈറ്റ്, ഓൾറെഡി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർ ഏറെ പ്രാർത്ഥിക്കുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, സോ റെസ്റ്റ് എടുക്കുക, പ്രാർത്ഥിക്കുക, ബട്ട് നിങ്ങളുടെ മൈൻഡ് ബോഡി റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ എപ്പോഴൊക്കെ റെസ്റ്റ് എടുക്കാൻ കിട്ടുന്നു, എപ്പോഴൊക്കെ ബോഡി ഹിൻസ് തരുന്നു ദാറ്റ് നിങ്ങൾ ടയേർഡാണ്, ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇത്തിരി ടൈം എൻജോയ് ചെയ്യാൻ എടുക്കുക. ഓക്കെ, ഈ 3 മാസം നിങ്ങൾക്ക് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും നിങ്ങൾക്ക് പണം ഏറെ വരുന്നതാണ്. ഏറെ വരുന്നു എന്ന് പറയുമ്പോൾ ഓരോ പ്രേക്ഷകരുടെ ജോലിയുടെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പണം ലഭിക്കുന്നത്. ഓക്കെ, ചില പ്രേക്ഷകർ വളരെ ഹൈ പൊസിഷനിലാണെങ്കിൽ അതിൻ്റെതായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചില പ്രേക്ഷകർ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ പ്ലീസ്, ഇത് ജനറൽ റീഡിംഗ് ആണ്. സോ ജനറൽ റീഡിങ്ങിൽ വരുന്ന മെസ്സേജസ് ആണ് ഞാൻ നൽകുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മെസ്സേജസ് എടുക്കുക. മെറ്റീരിയൽ ഹാർവെസ്റ്റ് എന്തായാലും ഉണ്ട്. നിങ്ങൾക്ക് പുതിയ സോഴ്സ് ഓഫ് മണി വരാം. ഓക്കെ, ഒരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി വരാം, ഒരു സൈഡ് ഹസിൽ വരാം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോബ് ഉണ്ട് ആൻഡ് അതിൽ കൂടെ മറ്റൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനുള്ള ഒരു ജോബ് വരാം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് ഉയർച്ച, ഓരോ നിങ്ങൾ മെറ്റീരിയൽ സാധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളുടെ സുഖസൗകര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ 3 മാസം വരുന്നുണ്ട്. പ്രത്യേകിച്ചും 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാണുന്നത്. സോ ടീച്ചിങ് ജോബ് ഉള്ളവർ ഓർ 2 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അത് പഠിപ്പിക്കുന്ന, ദാറ്റ് ഈസ് കൂടുതലും എഡ്യൂക്കേഷൻ യൂണിറ്റ്. ഓക്കെ, എഡ്യൂക്കേഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് തന്നെ ആകണം എന്നില്ല, 2 എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതും ആകാം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് ഏറെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആസ് വെൽ ആസ് നിങ്ങളുടെ ഡയറ്റിലേറെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഇത്തർ കാണിക്കുന്നുണ്ട്, പെർഫ്യൂംസ്, അങ്ങനെയൊക്കെ ലക്ഷറി ഐറ്റംസ് വിച്ച് മേക്സ് യു ഫീൽ ഗുഡ്. ഓക്കെ, നിങ്ങളെ നിങ്ങൾക്ക് തന്നെ ഒരു നല്ല ഫീലിംഗ് തരുന്ന കാര്യങ്ങളായിരിക്കും വാങ്ങിക്കുന്നത്. Now bring love into the situation എന്ന് വരുന്നുണ്ട്, ആൻഡ് നോ വരുന്നുണ്ട്. സോ നോ എന്ന് പറയുന്നത് പെട്ടെന്നായുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ഓക്കെ, ആലോചിച്ച് ഡിസിഷൻ മാത്രം എടുക്കുക. വഴികളിൽ യെസ് ഓബ്സ്റ്റിക്കിൾസ് ഉണ്ട്, ബട്ട് അത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ സമാധാനത്തെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഓക്കെ, ആ കോമ്പറ്റീറ്റേഴ്സിനെതിരെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വഴികൾ ഓട്ടോമാറ്റിക്കലി തുറന്ന് വരുന്നതാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാര്യങ്ങൾ, ബിക്കോസ് ഐ ഫീൽ ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകരുടെ കർമ്മ വളരെ ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കർമാസ് ബാലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്, ശരി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളുടെ തെറ്റുകളെ അംഗീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വഴികളിൽ എത്ര ഒബ്സ്റ്റിക്കിൾ വന്നാലും നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതാണ്. ഇയർ ഫ്രം നൗ ആണ് വന്നത്. സോ നിങ്ങൾ നോക്കുന്ന സ്റ്റെബിലിറ്റി, അത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, മണി വൈസ് ആയിക്കോട്ടെ, ജോബിൽ സ്ഥിരത ആയിക്കോട്ടെ, ഓർ വെളി പോകുന്നത്, ഓക്കെ, ഔട്ട് ഓഫ് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വെളിയിൽ ഒരു രാജ്യത്ത് പോകുന്നതായിക്കോട്ടെ, ഇതെല്ലാ കാര്യങ്ങളും പെതുക്കെ നടക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന, ദാറ്റ് ഈസ് ഈ ഒരു 3 മാസം നിങ്ങളുടെ ഫൗണ്ടേഷനാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഒരു കാര്യം വലിയ രീതിയിൽ 1 വർഷം, ദാറ്റ് ഈസ് ഇപ്പോൾ മുതൽ എന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നു അന്നൊട്ട് 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ പരിപൂർണമായിട്ട് നടക്കുന്നതാണ്. ഓക്കെ, സോ ഈ 3 മാസം വളരെയധികം നിങ്ങളുടെ സെൽഫ് വർത്തിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈവൻ ഇഫ് ജലസി ആയിക്കോട്ടെ, എനിമിറ്റി ആയിക്കോട്ടെ, ഓക്കെ, മറ്റാൾക്കാർക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുക കഴിവതും. ഓക്കെ, ഇഫ് നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വോയിസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അവരോട് ചോദ്യം ചെയ്യാവുന്നതാണ്.
ശ്രീ വിഷ്ണു അമ്പലം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ അമ്പലം കാണിക്കുന്നുണ്ട്. സോ പല പ്രേക്ഷകരും ഈ അമ്പലങ്ങളിൽ പോകുന്നവരായിരിക്കാം, ഓക്കെ, ഓർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഓൾറൈറ്റ്. സോ വളരെ വർക്ക് എത്തിക്സ് ഉള്ള 3 മാസം ആണ്. ഓക്കെ ഗൈസ്, സോ ഓൾ ദി ബെസ്റ്റ്. ഗ്രൂപ്പ് 1 പേഴ്സണൽ റീഡിംഗ് വേണ്ട പ്രേക്ഷകർ എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് സെയിൽസ് ടീമിനെ കോൺടാക്ട് ചെയ്യാം ഫോർ ക്രിസ്റ്റൽസ്, ബ്രേസ്ലെറ്റ്സ്, ഈവൻ ആർക്കിഞ്ചൽ സിമ്പിൾസ്, ഇവിടെ വെച്ചിരിക്കുന്ന സിമ്പിൾസിന് വേണ്ടിയിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് സ്പിരിച്വൽ ചാനൽ മെസ്സേജസ് ആൻഡ് മന്ത്ലി ടാരോ റീഡിംഗ്. മന്ത്ലി ടാരോ റീഡിങ്ങിൽ ഒരു മാസം എങ്ങനെയാണ് ആൻഡ് ബ്ലെസ്സിങ്സ് ആൻഡ് ചാലഞ്ചസ് എങ്ങനെയാണ്, ഇതാണ് നോക്കാറുള്ളത്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് കോൺഫിഡൻസ് ബ്രേസ്ലെറ്റ് ആണ്. സോ ഈ ഒരു 3 മാസം കോൺഫിഡൻസിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കോൺഫിഡൻസ് വളർത്താൻ ശ്രമിക്കുക. ഓക്കെ, കോൺഫിഡൻസിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് സ്വിച്ച് വേർഡ് ആണ് ക്രിസ്റ്റൽ ഹോഴ്സ്, CRYSTAL, ക്രിസ്റ്റൽ HORSE, ക്രിസ്റ്റൽ ഹോഴ്സ്. ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങളുടെ കോൺഫിഡൻസ് വളർത്തി തരുന്നതാണ്. ഓൾറൈറ്റ്. സോ നമുക്ക് നോക്കാം 3 മാസം എങ്ങനെയാണ്. കിങ് ഓഫ് സ്വോർഡ്സ്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് കപ്സ്, throat chakra, a new romantic cycle begins, Rama, communication, let go. ഗ്രൂപ്പ് 2, നിങ്ങൾക്ക് ഈ ഒരു 3 മാസം വളരെയധികം സ്പിരിച്വലി ഇൻട്യൂൺ ആകേണ്ടതുണ്ട്. ഓക്കെ, ഏതൊരു കാര്യവും സ്മൂത്ത്ലി നടക്കാൻ, ഏതൊരു കാര്യവും നല്ല ഭംഗിക്ക് നടക്കാൻ ആദ്യം മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രെയർ ചെയ്യുക, ആൻഡ് എന്നിട്ട് ആക്ഷൻ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേച്ചറിലിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ 3 മാസം. ഓക്കെ, ഏതൊരു കാര്യവും വ്യക്തതയിൽ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഒരു കാര്യത്തിനെ കുറിച്ച്, അത് ചെയ്യാതിരിക്കുക അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത് വരെ. ഈ 3 മാസം നിങ്ങളുടെ ഹോൾ ഫോക്കസ് ഫൈനാൻസ് ആണ്. ഓക്കെ, ചില പ്രേക്ഷകർ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, ചില പ്രേക്ഷകർ പുതിയൊരു ബിസിനസ് ഐഡിയ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ചില പ്രേക്ഷകരുടെ ബിസിനസ് ഓൾറെഡി ഉള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫോക്കസ് ടോട്ടലി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗെയിനിലാണ്. ഓക്കെ, ബട്ട് ഇത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും ബിക്കോസ് ഓഫ് ദ പാസ്റ്റ് എക്സ്പീരിയൻസസ്. നൗ പാസ്റ്റ് എക്സ്പീരിയൻസസ് അത് ഫൈനാൻസ് ആകാം ഓർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആകാം. അവിടെ ഇപ്പോഴും നിങ്ങൾക്ക് വിഷമങ്ങൾ, റിഗ്രറ്റ്, ഓക്കെ, ഗിൽട്ട് ഉണ്ട്. ഓക്കെ, നൗ സി രണ്ടിടത്തും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട്, ദാറ്റ് ഈസ് സ്പിരിച്വലി അലൈൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യൂ ആൻഡ് ബുദ്ധിമുട്ട് ഉണ്ട്. ആൻഡ് ഇടയ്ക്കാണ് നിങ്ങളുടെ ഫൈനാൻസ്. സോ ഫൈനാൻസ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ റിഗ്രറ്റ് ആൻഡ് ഗിൽട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം എന്നാണ് പറയുന്നത്. ത്രോട്ട് ചക്രയാണ് ഈ 3 മാസം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. സോ ഹം എന്ന ബീജമന്ത്ര ചൊല്ലുക, ഓർ എൽസ് ത്രോട്ട് ചക്ര സബ്ലിമൽ കേൾക്കാം, ആഫർമേഷൻസ് പറയാം. ഓക്കെ, ഈ 3 മാസവും ത്രോട്ട് ചക്ര ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 5 അല്ലെങ്കിൽ 55 എന്ന നമ്പർ, ഏഞ്ചലിക് നമ്പർ കാണുന്നുണ്ടാവും ഈ പ്രേക്ഷകർ. ഓക്കെ, ത്രോട്ട് ചക്ര ബാലൻസ് ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റും. ഓക്കെ, ആരോടാണോ നിങ്ങൾക്ക് പറയേണ്ടത് അവിടെ പറയാൻ പറ്റും. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യുന്നു, ഓക്കെ, എപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തതയിൽ നിങ്ങൾ പറയുന്നു. ഇവിടെ ടെലിപ്പത്തി വരുന്നുണ്ട്. സോ ഇഫ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സംസാരിക്കാൻ പറ്റുന്നില്ല, അത് ഒരു പേഴ്സൺ ആകാം, നിങ്ങളുടെ ബോസ് ആകാം, കൊലീഗ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, ടെലിപ്പത്തി യൂസ് ചെയ്യൂ. ടെലിപ്പത്തി എങ്ങനെയാണ്?
ഒരിടത്ത് ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ ബ്രെത്ത് സ്റ്റേബിൾ ആക്കുക. ബ്രെത്ത് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ മനസ്സിൽ ആ വ്യക്തിയെ ഓർക്കുക. ആൻഡ് വ്യക്തിയോട് നിങ്ങൾ ഡയറക്റ്റ്ലി കാണുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നത് അത് നിങ്ങൾ മനസ്സിൽ പറയുക. ഓക്കെ, അത് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ എത്തുന്നതാണ്. നിങ്ങൾ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ഈവൻ തോ വേർബലി നിങ്ങൾ പറയുന്നില്ലെങ്കിലും ടെലിപ്പത്തിയിലൂടെ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, എത്തുന്നതാണ്. ഓക്കെ, സോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലും വർദ്ധിപ്പിക്കാൻ ത്രോട്ട് ചക്ര ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ടെലിപ്പത്തിയിലൂടെയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, വൺസ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർബലി ആളോട് സംസാരിക്കാവുന്നതാണ്. വൺസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ 3 മാസം ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ക്ലയൻസിനോടാകാം, നിങ്ങളുടെ കൊലീഗ്സിനോടാകാം, നിങ്ങളുടെ ബോസിനോടാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലും ആകാം. ഓക്കെ, നിങ്ങൾ ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ സൈക്കിൾ, ഒരു ബാലൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഇത്രയും നാളും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ വർക്ക് ഫ്രണ്ട് ആയിക്കോട്ടെ. ബട്ട് ഈ 3 മാസത്തിൽ എപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുന്നു ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് വരുന്നതാണ്. ഓക്കെ, ന്യൂ മൂൺ റിച്വൽസ് ചെയ്യുക. പെർട്ടിക്കുലർലി ന്യൂ മൂൺ ആഫ്റ്റർ 3 to 4 days. ഓക്കെ, ന്യൂ മൂൺ കഴിഞ്ഞ് 3-4 days കഴിയുമ്പോൾ നിങ്ങളുടെ ആഫർമേഷൻസ് പറഞ്ഞു തുടങ്ങും. ഓക്കെ, ഈ ആഫർമേഷൻസ് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ബാലൻസിൽ വന്നു തുടങ്ങും. പ്രേക്ഷകരോട് സ്പിരിച്വലി ഇത്രയും കൂടി ഇൻട്യൂൺ ആകാൻ പറയുന്നുണ്ട്. ബിക്കോസ് ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഏറ്റവും കൂടുതൽ സ്പിരിച്വലി ആണ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുക, മന്ത്രം ചൊല്ലുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, ഓർ സ്പിരിച്വലി NGO വർക്ക്. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉയർച്ച ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇവിടെ സ്പിരിച്വൽ വർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിഗ്രറ്റ്, നിങ്ങളുടെ ഗിൽട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, സോ കൂടുതലും വർക്ക് ചെയ്യാൻ സമയത്ത് വെള്ളത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, വാട്ടർ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ റെയിൻ വാട്ടർ സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ശ്രമിക്കൂ. അത് ഏറെ ഫലപ്രദമാണ് ഈ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർക്ക്. ഓക്കെ, ആൻഡ് ശ്രദ്ധിക്കൂ, എവിടെയാണ് നിങ്ങളുടെ ജേർണി, ഇത്രയും നാളും നിങ്ങളുടെ ജേർണി എങ്ങനെയായിരുന്നു, ആൻഡ് ഇനി എങ്ങോട്ടാണ്, ഇനി എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈവൻ ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഡിവൈനോടുമാണ്. ഓക്കെ, ഡിവൈനോടും നല്ല രീതിയിൽ നിങ്ങൾ വ്യക്തമായി പറയുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം. ഓക്കെ, ഈ 3 മാസം സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഗെയിൻസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ലെറ്റ് ഗോ. ഓൾറെഡി ഫുൾ മൂൺ സ്റ്റാർട്ടായി കഴിഞ്ഞു. സോ ഈ ഒരു ടൈം പീരീഡ്, ഈ ഒരു 15 days നിങ്ങൾക്ക് വളരെ നല്ലതാണ് ലെറ്റ് ഗോ ചെയ്യാൻ. ഓക്കെ, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ ലെറ്റ് ഗോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ വൈസ് ഗ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരു പേപ്പർ എടുക്കുക, ബ്ലാക്ക് പെൻ എടുക്കുക, നിങ്ങളുടെ വിഷമങ്ങൾ എഴുതുക, കീറിക്കളയുക, ഫ്ലഷ് ചെയ്യുക. ഓക്കെ, ഇത് കണ്ടിന്യൂസ്ലി 15 days ചെയ്യുക. ഏറെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് 2. സോ ഗ്രൂപ്പ് 2 ഇതാണ്. ഗ്രൂപ്പ് 2ൻ്റെ റീഡിംഗ്, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID-യിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെയിൽസ് ടീമിന് സ്പിരിച്വൽ ചാനൽ മെസ്സേജസ്, ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ്, അതുപോലെ തന്നെ ആർക്കേഞ്ചൽസ് സിംബിൾസ്. ഓക്കെ, 4 മെയിൻ ആർക്കേഞ്ചൽ സിംബിൾസ് അവൈലബിൾ ആണ്. അതിനു വേണ്ടിയും ആൻഡ് മന്ത്ലി ടാരോ റീഡിങ്ങിൽ ഒരു മാസം എങ്ങനെയായിരിക്കും, ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും, ആൻഡ് ബ്ലെസ്സിങ്സ് എന്തൊക്കെയായിരിക്കും, അതാണ് നോക്കാറുള്ളത്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ, ഗ്രൂപ്പ് 3 ചൂസ് ചെയ്തത് അബണ്ടൻസ് ബ്രേസ്ലെറ്റ് ആണ്. സോ ഗ്രൂപ്പ് 3യുടെ ശ്രദ്ധ മുഴുവനും അബണ്ടൻസിലാണ്. ദാറ്റ് ഈസ് വീട്ടിലായിക്കോട്ടെ, ജോബിലായിക്കോട്ടെ, സൊസൈറ്റിയിലായിക്കോട്ടെ, അഭിവൃദ്ധി.
റൈറ്റ്? അഭിവൃദ്ധിയും സമൃദ്ധിയുമാണ് ഗ്രൂപ്പ് 3 ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. 3 of Pentacles, 4 of Cups, 10 of Cups. Stand your ground. It's time to take action. Awakening, holistic health. You are ready. All right. സോ യെസ്, ഗ്രൂപ്പ് 3 നിങ്ങൾ അബണ്ടൻസ് ആണ് ചൂസ് ചെയ്തത്. ആൻഡ് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു മാസം, ഈ 3 മാസം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലയൻറ്റ് പോലും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് 2 to 3 ക്ലയൻറ്റ്സ് വരുന്നത്. ഓക്കെ, ഇഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒട്ടും സംസാരങ്ങൾ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സുമായിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, നേട്ടങ്ങൾ പലർക്കും പലതാണ്. ഇഫ് നിങ്ങൾ ഓൾറെഡി ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങൾ കൂടുതലായിരിക്കും. ഇഫ് നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ആകുന്നതേ ഉള്ളൂ, ആ ബ്ലോക്കേജസ് മാറി തുടങ്ങിയതേ ഉള്ളെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു 3 മാസം ഏറെ ആൾക്കാരുമായിട്ടുള്ള ഇടപെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത്. അത് ഫാമിലി ഗ്യാതറിങ് ആകാം, ഫിനാൻഷ്യൽ ഗ്യാതറിങ് ആകാം. ഓക്കെ, ഒരു വോട്ട് ടു സേ ലൈക്ക് വർക്ക്ഷോപ്പ് ആകാം, ഓർ ദേ ആർ ഷോയിങ് മീ സംതിങ്, ജസ്റ്റ് എ മിനിറ്റ്. ലൈവ് സെഷൻസ്, ഓക്കെ, ലൈവ് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നതാകാം. എവിടെ നിങ്ങളുടെ ഫൈനാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂട്ടാൻ, ഓക്കെ, അതുപോലെ തന്നെ പുതിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂട്ടാനുള്ള വർക്ക്ഷോപ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് പല ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ 3 മാസം. ഈ 3 മാസം നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വിത്തൗട്ട് എനി ഡിലേ നിങ്ങൾ എടുക്കുന്നതാണ്. ഓക്കെ, ബിക്കോസ് ഇഫ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എങ്ങനെ ഞാൻ ഇത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാക്കൂ, നിങ്ങൾ ഓൾറെഡി റെഡിയാണ്. നിങ്ങൾ ഒത്തിരി വർക്ക് നിങ്ങളിൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സ്പിരിച്വലി ആയിക്കോട്ടെ, നിങ്ങളുടെ ബ്ലോക്കേജസ് മാറ്റാനായിക്കോട്ടെ, ഏറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ തോ ചില പ്രേക്ഷകർക്ക് ഇപ്പോഴും ഒരു ബോർഡം ഉണ്ട്, ഒരു ഡിസ്കണ്ടൻറ്റ് ഉണ്ട്, ബിക്കോസ് നിങ്ങൾ ആഗ്രഹിച്ച മാതിരി കാര്യങ്ങൾ നടന്നിട്ടില്ല ഇതുവരെ. എന്നാൽ പോലും നിങ്ങൾ പുതിയ പുതിയ പ്രോസ്പെക്ട്സ് നോക്കുന്നുണ്ട്. ഓക്കെ, ഈ 3 മാസം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നേട്ടങ്ങളും വന്നു തുടങ്ങുന്നതാണ്. ഫാമിലി ബോണ്ടിങ്ങിൽ നല്ലൊരു ബോണ്ടിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ട്രാവലിംഗ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ 3 മാസത്തിനുള്ളിൽ ഇഫ് ഒരു ഫാമിലി, ദാറ്റ് ഈസ് നിങ്ങളുടെ സ്പൗസ് ആൻഡ് കുഞ്ഞുങ്ങൾ, അവർ നല്ല ബോണ്ടിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ 3 മാസം. അതുപോലെ തന്നെ ഫാമിലി ഗ്യാതറിങ് അറ്റൻഡ് ചെയ്യുക, കാണാത്ത റിലേറ്റീവ്സിനെ കാണുക. ഓക്കെ, ആൻഡ് ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും നിങ്ങൾക്കേറെ സപ്പോർട്ട് ലഭിക്കുന്ന മാസങ്ങളാണ് ഈ 3 മാസം. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ഇവിടെ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റണം എന്നതില്ല. ഓൾ റൈറ്റ്, ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് പ്രേക്ഷകർക്കേ അറിയുള്ളൂ, റൈറ്റ്? മറ്റൊരാൾക്ക് അറിയില്ല. സോ മറ്റൊരാൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വളരെ ഒരു ഡിഫറെൻറ്റ്, ലൈക്ക് ഇഫ് സപ്പോസ് പ്രേക്ഷകരുടെ കുടുംബത്തിൽ ഏറെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അല്ലെങ്കിൽ 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. സോ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അതിന് സപ്പോർട്ട് ചെയ്യണം എന്നതില്ല. ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിൽ ഉറച്ച് നിൽക്കുക. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. സമയം ആയി കഴിഞ്ഞു. എപ്പോൾ ഈ വീഡിയോ കിട്ടുന്നു ആ സമയത്ത് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നു, കൈൻഡ്ലി ഗ്രാബ് ദോസ് ഓപ്പർച്യൂണിറ്റീസ്. ഈവൻ തോ നിങ്ങളുടെ കയ്യിൽ സ്കിൽസ് ഇല്ലായിരിക്കാം, ഈവൻ തോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബട്ട്
ആക്ഷൻ എടുക്കൂ. ഓക്കെ, അതിനെ അറ്റ്ലീസ്റ്റ് അക്സെപ്റ്റ് ചെയ്യൂ ആൻഡ് ദെൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ. ഏതെങ്കിലും ഐഡിയ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഐഡിയയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കൂ. ഈ 3 മാസം ശ്രദ്ധിക്കൂ. ഹെൽത്ത് വൈസ്, ഓക്കെ, ഹെൽത്ത് വൈസ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട 3 മാസങ്ങളാണ്. ഏറെ ടയർഡ്നെസ്, ഓക്കെ, ഉറക്കം വരിക, ഓക്കെ. ഇഫ് നിങ്ങളൊരു കാര്യം കേൾക്കുകയാണ്, സപ്പോസ് നിങ്ങളൊരു മീറ്റിങ്ങിലാണ്, ചില സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്താണ് ആ മീറ്റിങ്ങിൽ നടക്കുന്നത്, ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ബ്രെയിൻ ടോട്ടലി ബ്ലാങ്ക് ഔട്ട് ആകുന്ന ഒരു സമയമുണ്ടാകാം, ഓക്കെ. എപ്പോഴും ചെവിയിൽ, ദാറ്റ് ഈസ് നിങ്ങളുടെ ഇയർ റിങ് ചെയ്യുന്നത്, ഓക്കെ, എപ്പോഴും സൗണ്ട്സ് വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം, ഓക്കെ. ചില പ്രേക്ഷകർക്ക് സ്ലീപ്പ് പാരലിസിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഉറക്ക സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി അനക്കാൻ പറ്റാത്ത രീതിയിൽ വരാൻ സംഭവിക്കാം. ദീസ് ആർ ഓൾ അവേക്കനിങ് പ്രോസസ്സ്, ഓക്കെ, അവേക്കനിങ് പ്രോസസ്സാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഏറെ ഡൗൺലോഡ്സ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ പുനർജന്മങ്ങളിലും നിങ്ങളുടെ സോൾ എത്രമാത്രം സ്പിരിച്വൽ അവേക്കനിങ് ചെയ്തിട്ടുണ്ട്, അത്രയും നിങ്ങൾക്ക് ആ ഒരു ഡൗൺലോഡ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് വരുന്നുണ്ട്, നിങ്ങളുടെ സോളിൽ വരുന്നുണ്ട്, ഓക്കെ. സോ റെസ്റ്റ് എടുക്കുക, ഓക്കെ. എത്ര റെസ്റ്റ് എടുക്കാൻ പറ്റും റെസ്റ്റ് എടുക്കുക. ഹെൽത്ത് ഇത്രയും നല്ലതല്ലെന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ കൈൻഡ്ലി റെസ്റ്റ് എടുക്കുക. ബിക്കോസ് ആ ഹെൽത്ത് ഡീഗ്രേഡ് ആകുന്നത് എനർജറ്റിക് ഡൗൺലോഡ്സ് ഏറെ നടക്കുന്നതുകൊണ്ടാണ്, ഓക്കെ. സോ ടൈം ടേബിൾ ഇത്തിരി മാറാൻ ചാൻസസ് ഉണ്ട് പ്രേക്ഷകർക്ക്, ഓക്കെ. ചില പ്രേക്ഷകർ ലേറ്റ് നൈറ്റാണ് ഇറങ്ങുന്നതെങ്കിൽ ഇത്തിരി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കും. ചില പ്രേക്ഷകർ ഏർലി മോർണിംഗ് എണീക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് എണീക്കാനായിരിക്കും തോന്നുക, ഓക്കെ. ബട്ട് ഗിവ് യുവർ ബോഡി ടൈം, ഓക്കെ. ബോഡിക്ക് ടൈം കൊടുക്കുക. ആൻഡ് വാട്ട് എവർ കംസ് ടു യു, ജസ്റ്റ് ഗോ അഹെഡ്, ലുക്ക് അറ്റ് ദിസ് കാർഡ്. അബണ്ടൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തത് ആൻഡ് അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്, ഓക്കെ. സോ നിങ്ങൾ റെഡി ആണ്, ഓക്കെ. ചില പ്രേക്ഷകർ ഗോൾഡുമായിട്ട് ഡീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ 3 മാസം, ഓക്കെ. അതായത് നിങ്ങൾ ഗോൾഡ് വിൽക്കുകയോ ഓർ വാങ്ങിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓർബ് കാണിക്കുന്നുണ്ട്. സോ മൈറ്റ് ബി ചില പ്രേക്ഷകർ ഡ്രീംസ്, ഓക്കെ, നിങ്ങൾ ഓർബ് കാണാം. ഓർബ് ഇൻ ദ സെൻസ് ഒരു എനർജറ്റിക് ബോൾ, ഓക്കെ. അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഏറെ പ്രേക്ഷകർ ക്യാൻഡിൽ റിച്വൽ അല്ലെങ്കിൽ ഫയർ റിച്വൽ, ഓക്കെ, ഫയറുമായിട്ട് റിച്വൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ 3 മാസം. വളരെയധികം പീസാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ 3 മാസം പ്രേക്ഷകർക്ക് വളരെയധികം പീസ് ആണ് എന്ന് ഞാൻ പറയുമ്പോൾ, സമാധാനം ആണെന്ന് പറയുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകില്ല, ടെൻഷൻ ഉണ്ടാകില്ല എന്നതല്ല. ബട്ട് കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ ഇതുവരെയുള്ള മാസങ്ങളിൽ വളരെ നല്ലതായിരിക്കും ഈ വരുന്ന 3 മാസം. സോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മെസ്സേജസും റെസനേറ്റ് ആകുന്നതല്ല. ഏതൊക്കെ മെസ്സേജ് റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID-യിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്രിസ്റ്റൽസ്, ബ്രേസ്ലെറ്റ്സ്, ആർക്കേഞ്ചൽ സിമ്പിൾസ്, 4 മെയിൻ ആർക്കേഞ്ചൽ സിമ്പിൾസ് അവൈലബിൾ ആണ്. സിമ്പിൾസ് ആസ് വെൽ ആസ് സ്പിരിച്വൽ ചാനൽ മെസ്സേജസ് ആൻഡ് മന്ത്ലി റീഡിംഗ്. മന്ത്ലി റീഡിങ്ങിൽ ഒരു മാസം എങ്ങനെയാണ്, ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നതാണ് നോക്കുന്നത്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, എൻ്റെ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.